നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് മാർച്ച് 2 ഞായർ 2025 പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. ഇന്നലെ മാസപ്പിറവി കണ്ടതിനെ തുടർന്ന് കേരളത്തിൽ ഇന്ന് റമദാൻ 1 ആയിരിക്കുമെന്ന് കാസിമാർ അറിയിച്ചു. ഇന്നു മുതൽ കേരളത്തിൽ റമദാൻ വ്രതാനുഷ്ഠാനം. വെള്ളിയാഴ്ച മാസപ്പിറവി ദൃശ്യമായ ഗൾഫിൽ ഇന്നലെ മുതൽ റമദാൻ വ്രതാനുഷ്ഠാനം ആരംഭിച്ചിരുന്നു. സമൂഹത്തിന്റെ നല്ല പാതിയായ സ്ത്രീകളെ മനുഷ്യത്വത്തോടെയും ആദരവോടെയും കാണാനുള്ള മനസ്ഥിതി സമൂഹത്തിലാകെ വളർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിൽ വനിതകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അതിനുതകുന്ന വിവിധ പദ്ധതികളുമായി സർക്കാർ ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീയുടെ അവകാശവും മാന്യതയും പലപ്പോഴും എഴുത്തുകളിലും ചർച്ചകളിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്നുവെന്നും ഈ കാഴ്ചപ്പാട് തിരുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ത്രീകൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി യാചിക്കേണ്ടി വരുന്നത് വേദനാജനകമെന്നും ആശാവർക്കർമാർ ആത്മാഭിമാനത്തിനായാണ് പോരാടുന്നതെന്നും കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി. സംസ്ഥാന സർക്കാർ ആശാവർക്കർമാരെ നിശബ്ദമാക്കാൻ ശ്രമിക്കുകയാണെന്നും ആശാവർക്കർമാരുടെ പോരാട്ടം വെറുതെയാകില്ലെന്നും UDF അധികാരത്തിലെത്തുമ്പോൾ ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദത്തിന് ഇരയായി കൊല്ലപ്പെട്ട ഷഹബാസിന് കണ്ണൂരോട് വിട. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഷഹബാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മണിയോടെയാണ് താമരശ്ശേരി ചുങ്കം പലയറക്കുന്നിലെ തറവാട് വീട്ടിൽ എത്തിച്ചത്. അവിടെ നിന്ന് മൃതദേഹം മയ്യത്ത് നമസ്കാരത്തിനായി ചുങ്കം ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയി. കിടവൂർ മദ്രസയിൽ പൊതുദർശനത്തിന് ശേഷമായിരുന്നു ഖബറടക്കം. സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ഷഹബാസിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷിഹാബിന് ക്രൂരമായി മർദ്ദനമേറ്റെന്ന് സ്ഥിരീകരിച്ച് പോസ്റ്റ്മോർട്ടം പരിശോധന. ഷഹബാസിന്റെ വലത് ചെവിയുടെ മുകളിലായി തലയോട്ടി തകർന്നു. നെഞ്ചിനേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രവം ഉണ്ടായി. ചെവിയുടെ പിന്നിലും കണ്ണിലും മർദ്ദനമേറ്റായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കട്ടിയേറിയ ആയുധം കൊണ്ടുള്ള ഷഹബാസിന് അടിയേറ്റെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. 2023-2024 പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ KSEBയെ കേന്ദ്ര സ്ഥാപനമായ പവർ ഫിനാൻസ് കോർപ്പറേഷൻ B ഗ്രേഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്തതായി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. സംസ്ഥാന സർക്കാരുടെ ഉടമസ്ഥയുള്ള 42 വൈദ്യുതി വിതരണ കമ്പനികളുടെയും സ്വകാര്യ മേഖലയിലെ 10 കമ്പനികളെയും ഒരുമിച്ചാണ് റാങ്കിങ്ങിൽ പരിഗണിച്ചത്. പ്രവർത്തന മികവിൽ അഖിലേന്ത്യാ തലത്തിൽ 32ാം സ്ഥാനത്ത് നിന്ന് 19ലേക്കാണ് KSEB ഉയർന്നത്. കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് അടിച്ചേൽപ്പിക്കുന്ന അധിക യാത്രാ ചെലവ് പുനഃപരിശോധിക്കുമെന്നും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിന്നുള്ള മലബാറിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് മതപരമായ കടമ നിർവഹിക്കാൻ അവസരം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. ഉയർന്ന വിമാന നിരക്ക് ഹജ്ജിന് പോകുന്നവരിൽ നിന്ന് ഈടാക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ വകുപ്പുകൾ നടത്തിയ മുന്നൊരുക്കങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഉദ്യോഗതല അവലോകന യോഗം ചേർന്നു. എല്ലാ വകുപ്പുകളും യോജിച്ച് സമയബന്ധമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സബ് കളക്ടർ ആൽഫ്രഡ് OB പറഞ്ഞു. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് KSRTCയും അധിക സർവീസുകൾ നടത്തും. മാർച്ച് 13 ഈ വർഷത്തെ പൊങ്കാല. കുടുംബത്തിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ആവർത്തിച്ച് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവ് റഹീം താൻ വീടുമായി നിരന്തരം സംസാരിക്കുന്ന ആളാണെന്നും അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെന്നും റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു. തനിക്ക് വിദേശത്തേക്ക് പണം അയച്ച് കടം വന്നിട്ടില്ലെന്നും എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് സത്യം കണ്ടെത്തട്ടെ എന്നും മറ്റൊന്നും പറയാൻ കഴിയുന്ന സാഹചര്യത്തിലല്ലെന്നും റഹീം മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രൈഡേയിൽ അനധികൃതമായി മദ്യം വിറ്റ കേസിൽ ഇടുക്കിയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി എക്സൈസിന്റെ പിടിയിലായി. ഓടക്ക സിറ്റി ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ പ്രവീൺ കുര്യാക്കോസാണ് എക്സൈസിന്റെ പിടിയിലായത്. മൺട്രോദത്തിൽ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് രക്ഷിച്ചയാളുടെ ജീവനെടുത്ത പ്രതിയെ റിമാൻഡ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയാണ് മദ്യലയിലായിരുന്ന ആമ്പാടി നാട്ടുകാരനായ സുരേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. നിരവധി കേസുകൾ പ്രതിയാണ് ആമ്പാടി. വെള്ളിയാഴ്ച തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. പയ്യോളിൽ നവവധുവിനെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യം. കോഴിക്കോട് ചേലിയ സ്വദേശി ആർദ്ര ബാലകൃഷ്ണനാണ് മരിച്ചത്. ഫെബ്രുവരി 2 ആർദ്രയുടെ വിവാഹം. ഇന്നലെ രാത്രി 8:30 ആർദ്രയെ പയ്യോളി വീട്ടിൽ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് വിവരം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പയ്യോളി പോലീസും കേസെടുത്തു. കോട്ടയം ഗവൺമെന്റ് കേസിൽ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. പ്രതികളായ സാമുവൽ ജോൺസൺ, NS ജീവ, റിജൽ ജിത്ത്, രാഹുൽ രാജ്, NV വിവേക് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. ഒറ്റപ്പാലത്ത് സഹപാഠിയുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. പാലക്കാട് ഒറ്റപ്പാലം സ്വകാര്യ IT വിദ്യാർത്ഥി സാജനാണ് മർദ്ദനമേറ്റത്. ക്ലാസ് റൂമിൽ വെച്ച് യാതൊരു പ്രകോപനമില്ലാതെ
മർദ്ദിക്കുകയായിരുന്നുവെന്ന് FIR-ൽ പറയുന്നു. സംഭവത്തിൽ സഹപാഠിയായ കിഷോറിനെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. ഒരു വിവാഹ ബന്ധത്തിൽ തുടർന്ന സ്ത്രീക്ക് മറ്റൊരു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതി ഉന്നയിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് ആരോപിക്കുന്ന കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥനായ പാലക്കാട് സ്വദേശി KC ശ്രീജ നൽകിയ ഹർജി അനുവദിച്ചാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ്റെ ഉത്തരവ്. കന്യാകുമാരിയിൽ പള്ളിപ്പെരുന്നാൾ അലങ്കാര ക്രമീകരണത്തിനിടെ വൈദ്യുത കമ്മിറ്റി 4 പേർ മരിച്ചു. പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട അലങ്കാര ക്രമീകരണത്തിനിടെ ഇരുമ്പ് കോവണി വൈദ്യുത ലൈനിൽ തട്ടിവന്ന് അപകടം സംഭവിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 4 പേരും മരിച്ചു. ഇനയം പുത്തൻതുറ സ്വദേശികളായ 4 പേരാണ് മരിച്ചത്. കന്യാകുമാരി ജില്ല ഇനം പുത്തൻതുറയിൽ സെന്റ് ആന്റണീസ് ചർച്ചിലാണ് സംഭവം നടന്നത്. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ മലയാളി കൊല്ലപ്പെട്ട നിലയിൽ കോട്ടയം പൊൻകുന്നം കൂരാളി സ്വദേശി സാബു ജോണാണ് കൊല്ലപ്പെട്ടത്. ദിണ്ടിഗലിൽ മാമ്പഴത്തോട്ടം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുകയായിരുന്നു. തോട്ടത്തിൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് കുറഞ്ഞത് 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മഹാകുംഭമേളയ്ക്ക് പിന്നാലെ 15 ദിവസത്തെ പ്രത്യേക ശുചിത്വ ഡ്രൈവ് ആരംഭിച്ചു ഉത്തർപ്രദേശ് സർക്കാർ. ആശാവർക്കർമാരുടെ ആനുകൂല്യം വർദ്ധിപ്പിച്ച ആന്ധ്രാപ്രദേശ് സർക്കാർ. ആശാവർക്കർമാരുടെ ഗ്രാറ്റുവിറ്റി, ശമ്പളത്തോടുള്ള പ്രസവാവധി, വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കൽ എന്നിവയ്ക്ക് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അംഗീകാരം നൽകി. നിലവിൽ പ്രതിമാസം 10,000 രൂപയാണ് ആന്ധ്രയിൽ ആശാവർക്കർമാർക്ക് ലഭിക്കുന്ന ശമ്പളം. മാർച്ച് 8 മുതൽ മണിപ്പൂരിലെ എല്ലാ നിരത്തുകളിലും ജനങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകി. മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി മാർച്ച് 30-ന് ശേഷം 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഇന്ധനം നൽകണമെന്ന് ദില്ലി സർക്കാർ തീരുമാനിച്ചു. 2021 ഒക്ടോബർ 7-ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്തുണ നൽകിയത് ശരിയായില്ലെന്ന് ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിയുടെയും കൂടിക്കാഴ്ച രൂക്ഷമായ വാക്പോരിൽ കലാശിച്ചതിന് ശേഷം അമേരിക്കയ്ക്ക് നന്ദി പറഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് അമേരിക്ക നൽകിയ പിന്തുണയ്ക്കും സൈനിക സഹായത്തിനും നന്ദി അറിയിക്കുന്നുവെന്നാണ് സെലൻസ്കിയുടെ പ്രതികരണം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ MC മത്സരം സമനിലയിൽ. ഇരു ടീമിനും 1 ഗോൾ വീതം ലഭിച്ചു. ആദ്യ പകുതിയിൽ ലീഡ് ചെയ്ത ബ്ലാസ്റ്റേഴ്സ് 86-ാം മിനിറ്റിലാണ് സെൽഫ് ഗോൾ വഴങ്ങിയത്. ഈ തോൽവിയുടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ തീർത്തും ഇല്ലാതായി. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിലെ 2ാം ഇന്നിംഗ്സിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച ലീഡിലേക്ക്. 4ാം ദിനം അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസ് എന്ന നിലയിലാണ് വിദർഭ. അവർക്കിപ്പോൾ 286 റൺസ് ലീഡായി. 131 റൺസോടെ കരുൺ നായരും ക്യാപ്റ്റൻ അക്ഷയ് വത്കറുമാണ് ക്രീസിൽ. ICC ചാമ്പ്യൻ ട്രോഫിയിൽ ഇംഗ്ലണ്ട് തുടർച്ചയായ 3ാം മത്സരവും തോൽവി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.